പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. കുരീപ്പുഴ ശ്രീകുമാർ എന്ന മഹാനായ കവിയെക്കുറിച്ച് അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. അങ്ങനെ ചുരുക്കം ചില മലയാളികളിൽ ഒരാളാണ് ഞാൻ. കുറച്ച് ദിവസം മുൻപ് മാത്രമാണ് ഇങ്ങനെയൊരു മഹാനായ കവിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നത്. ഉള്ളൂരിൻ്റെയും സുഗതകുമാരിയുടെയും വള്ളത്തോളിൻ്റെയും ONV-യുടെയും മാധവിക്കുട്ടിയുടെയും ബഷീറിൻ്റെയും MT-യുടെയും എല്ലാം കഥകൾ വായിച്ചു വളർന്ന നമ്മൾ ഇതുപോലെയുള്ള വിഷം ചീറ്റുന്ന കവിതകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കിളിപ്പോയൊരവസ്ഥയിൽ നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആനുകാലിക പ്രസക്തിയോടെ എഴുതുന്ന കവിതകളായിരിക്കും ഇപ്പോൾ ഉള്ള കവിതകളുടെയൊക്കെ ഒരു പ്രത്യേകത. നമ്മൾ സംസാരിക്കുന്നു, എഴുതുന്നു, അതൊരു കവിതയാകുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ കവിതകളൊക്കെ വായിക്കുമ്പോൾ. എനിക്കത്ര അങ്ങോട്ട് രസമായിട്ട് തോന്നുന്നില്ല. വർണ്ണനകളില്ല, പൂക്കളെയും പൂമ്പാറ്റകളെയും കുറിച്ച് വർണ്ണിക്കുന്നില്ല, നിലാവിനും നക്ഷത്രങ്ങൾക്കും സ്ഥാനമില്ല, കാറ്റിനും മഴയ്ക്കും സ്ഥാനമില്ല. കാറ്റും മഴയും നിലാവും നക്ഷത്രങ്ങളൊന്നും ഇല്ലാത്ത കവിത എങ്ങനെയാണ് കവിതയാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അല്ലേ? മാമ്പഴമൊക്കെ വായിച്ച് വളർന്ന ഈ മലയാളക്കാര ഇതുപോലെയുള്ള കവിതകളൊക്കെ കാണുമ്പോൾ എന്തോരം സങ്കടപ്പെടുന്നുണ്ടാവും. ആദ്യമായിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കവിത വായിക്കുന്നത് കുഞ്ഞാമിനെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ്. ഒരു മുസ്ലിം യുവതി എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ കവിത വായിച്ചപ്പോൾ, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ കവിത വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. പ്രതികരിക്കണമെന്ന് തോന്നി. കമൻ്റ് എഴുതി. ബാക്കി കമൻറ്റുകളൊക്കെ അങ്ങനെ വായിച്ചു. ഞാൻ എൻ്റെ കമൻറ്റ് വീണ്ടും ഒന്നുകൂടെ പരിശോധിച്ചു. മാന്യമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. പക്ഷേ എൻ്റെ കമൻറ്റ് കാണുന്നില്ല. പിന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് പ്രൊഫൈൽ ലോക്കായവരുടെ കമൻറ്റ് പരിഗണിക്കുന്നതല്ല എന്ന്. മഹാനായ കവി അറിയുന്നുണ്ടോ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്? സാറിൻ്റെ വീട്ടിലുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ 8ാം ക്ലാസ്സിൽ നിന്നും 7ാം ക്ലാസ്സിൽ നിന്നും ഒക്കെ ഈ 2025 കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ വീട്ടിലോ ഞങ്ങളുടെ നാട്ടിലോ ഞാൻ വളർന്ന സാഹചര്യത്തിലോ ഇന്ന് വരെ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കൾക്കോ എൻ്റെ നാടിനോ എൻ്റെ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കോ ഉണ്ടായിട്ടില്ല. സാറിൻ്റെ അനുഭവമായിരിക്കും എഴുതുന്നത്. ഒരു കവി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഉണ്ടാകുന്നത് അനുഭവങ്ങളിലൂടെയാണല്ലോ. അങ്ങനെയുള്ള ഈ ഒരു സാറ് സമൂഹത്തിൽ ഒന്ന് ചുറ്റും കണ്ണോടിച്ച് സ്ത്രീകൾ പൊതുവെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കൂടെ എഴുതണം. അങ്ങനെ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ പ്രൊഫൈൽ ലോക്ക് ചെയ്തത്. സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷയില്ലാത്തൊരു ഏരിയയാണ് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് FB, Instagram ഒക്കെ. കുറച്ചും കൂടെ സുരക്ഷയുള്ള ഒരു ഏരിയ ആയിട്ട് യൂട്യൂബാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ FBയിലും ഇൻസ്റ്റയിലും ഒക്കെ എൻ്റെ പ്രൊഫൈൽ ലോക്കാണ്. പ്രൊഫൈൽ ഓപ്പൺ ചെയ്തുകൊണ്ട് സാറിൻ്റെ കവിതയ്ക്ക് താഴെ കമൻ്റ് എഴുതാനുള്ള ധൈര്യമൊന്നും എനിക്കുണ്ടായില്ല. അത് സാറിനെ പേടിച്ചിട്ടല്ല. സാറിന് അത്രത്തോളം തരം താഴ്ന്ന ചിന്താഗതി ഇല്ല എന്ന് എനിക്കറിയാം. കാരണം സാറൊരു കവിയാണല്ലോ. കവിയുടെ ഹൃദയത്തിൽ നന്മയുണ്ടാവും. പക്ഷേ തിന്മ എവിടുന്ന് വരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ ഇനി എന്തൊരു അവസരം എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. കുറേ ദിവസങ്ങളായി മനസ്സിലിങ്ങനെ തേട്ടി വരികയാണ് ആ വരികൾ, കുഞ്ഞാമിനെക്കുറിച്ച് എഴുതിയ വരികൾ. 8ാം ക്ലാസ്സിൽ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞാമിനെ കാണാൻ ആൾ വന്നു എന്ന് തുടങ്ങുന്ന കവിത അവസാനിക്കുന്നത് ബാപ്പ പറഞ്ഞു പുയ്യാപ്പിള, ഉമ്മ പറഞ്ഞു പുയ്യാപ്പിള, കുഞ്ഞാമിനയുടെ ഉള്ളു പറഞ്ഞു ഉപ്പൂപ്പ ഉപ്പൂപ്പ. അങ്ങനെയാണ്. മനസ്സിൽ ദഹിക്കാത്തത് എന്തോ കഴിച്ചത് തേട്ടി വരുന്നത് പോലെ ഇതിങ്ങനെ തേട്ടി വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും നമ്മുടെ ബേപ്പൂർ സുൽത്താനെ കുറിച്ച് ഇദ്ദേഹം ഒരു കവിത എഴുതുന്നത്. എന്തൊരു കഷ്ടമാണ്! നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ എഴുതാന്നൊക്കെ വെച്ചാൽ, വൈക്കം മുഹമ്മദ് ബഷീർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കുമായിരുന്നു. അത്രത്തോളം സങ്കടം തോന്നി ഈ വരികളൊക്കെ വായിച്ചപ്പോൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതം ഇസ്ലാം ആയതുകൊണ്ട് മാത്രമല്ലേ ഇദ്ദേഹം ഇങ്ങനെയൊരു കവിത എഴുതിയത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പല പുരോഗമനവാദികളും വിചാരിക്കുന്നത് ഇസ്ലാം മതത്തെ കയറി ചൊറിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് വൈറലാകാം, അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നതാണ് പുരോഗമനം എന്ന് വിചാരിക്കുന്ന ഒരു ഗതികെട്ട പുരോഗമനവാദികൾക്കിടയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ അത് അനുഭവിച്ചാലേ മനസ്സിലാവും. ഇദ്ദേഹത്തിൻ്റെ കവിത വായിച്ച് പ്രകോപിതയായിട്ട് ഞാനൊരു കവിത എഴുതി. ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ കടമെടുത്തോ അല്ലെങ്കിൽ ഭാവന കടമെടുത്തോ ഒക്കെ.
ഞാൻ എഴുതിയ കവിത എങ്ങനെയാണ്, കുരീപ്പുഴ ശ്രീകുമാർ എന്ന മഹാനായ കവിക്ക് വേണ്ടി ഞാൻ ഈ കവിത സ്പോൺസർ ചെയ്യാണ്. കാരണം ഇദ്ദേഹം എങ്ങനെയാണോ കവിത എഴുതുന്നത് അതുപോലെയാണ് ഞാൻ കവിത എഴുതിയത്. കവിത നിങ്ങൾ കേട്ടു നോക്കൂ, എൻ്റെ കവിത കേട്ടു നോക്കൂ കേട്ടോ. ഞാനൊരു കവിത വായിച്ചു. വരികൾ ഇങ്ങനെയാണ്. നരകം സ്വർഗത്തെ കല്ലെറിഞ്ഞു, സ്വർഗം നരകത്തെ കല്ലെറിഞ്ഞു, നരകം സ്വർഗത്തെ ഓർത്ത് തീയിൽ ചാടി ആത്മഹത്യ ചെയ്തു. നരകത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് വായിച്ച ദൈവം ഓടിയൊളിച്ചു. ഇത് ഞാൻ ഈ ശ്രീകുമാർ എന്ന മഹാനായ കവിക്ക് വേണ്ടി മാത്രം എഴുതിയ വരികളാണ്. എൻ്റെ ആശയമേ അല്ല. ഇദ്ദേഹം ഇതുപോലെയാണ് കവിത എഴുതുന്നത് എന്ന് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുക, അത്രയേ ഉണ്ടായുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് എത്ര പേർ കേൾക്കും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതെൻ്റെ പ്രതികരണമാണ്, അഭിപ്രായമാണ്. FBയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്താ പറയുക, ക്രോമിലൊക്കെ കയറി ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ പല നിയമങ്ങളും വന്നു. അതിൻ്റെ പേര് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ക്രോമിലൊന്ന് കയറി സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ ചെയ്യാറില്ലായിരുന്നു. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ സ്വന്തമായിട്ട് മൊബൈലിൽ ഏതെങ്കിലും സ്ഥലത്തിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വോയിസ് കൊടുക്കാറാണ് ചെയ്യുക, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച്. അങ്ങനെ ചെയ്യുന്നതാണ് യൂട്യൂബിന് സേഫ്. പക്ഷേ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ പേരിൽ ഇനി എൻ്റെ യൂട്യൂബിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, 1000 ദിവസം ചെരുപ്പ് നക്കിയായി ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ ഒരു ദിവസമെങ്കിലും അന്തസ്സുള്ള ഒരു പെണ്ണായിട്ട് ജീവിക്കുന്നതെന്ന്. ഇപ്പം മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം, നല്ലൊരു ഇഞ്ചി കഷായം കുടിച്ചതുപോലെയുള്ളൊരു ആശ്വാസം മനസ്സിൽ. അത്രയ്ക്കും വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു എനിക്ക് പ്രതികരിക്കാൻ കഴിയാതെ. ഈ ശ്രീകുമാർ സാർ ഈ ഒരു എൻ്റെ അഭിപ്രായം കേൾക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അഥവാ കേൾക്കുകയാണെങ്കിൽ പ്രൊഫൈൽ ലോക്കായവരുടെ കമൻറ്റുകളും പരിഗണിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും എൻ്റെ വാക്കുകൾ വേദനിച്ചു പോയെങ്കിൽ മാപ്പ് ചോദിക്കുന്നു.